કેરળમાં એક શાળામાં ઉદ્ભવેલા હિજાબ વિવાદ મામલે રાજ્યના શિક્ષણ મંત્રી વી શિવનકુટ્ટીના વલણને લઈને રાજકીય વિવાદ સર્જાયો છે. ભારતીય જનતા પક્ષના વરિષ્ઠ નેતા એમ.ટી. રમેશે શિક્ષણ મંત્રીના અભિગમને વિભાજનકારી ગણાવ્યો છે અને આક્ષેપ કર્યો છે કે તેઓ સોશિયલ ડેમોક્રેટિક પાર્ટી ઓફ ઇન્ડિયાની વિચારધારાને અનુસરી રહ્યા હોય તેવું જણાય છે. આ સમગ્ર વિવાદનો પ્રારંભ કોચીમાં આવેલી સેન્ટ રીટાઝ પબ્લિક સ્કૂલમાં થયો હતો, જ્યાં એક વિદ્યાર્થિનીને હિજાબ પહેરવા મુદ્દે શાળા સંચાલકો સાથે મતભેદ થયો હતો. શરૂઆતમાં શિક્ષણ મંત્રી શિવનકુટ્ટીએ વિદ્યાર્થિનીના અધિકારોનું સમર્થન કરતા શાળાની તેને હિજાબ પહેરીને અભ્યાસ ચાલુ રાખવાની કડક નિર્દેશ આપ્યા હતા. જોકે બાદમાં વિદ્યાર્થિનીના પરિવાર અને શાળા સંચાલકો વચ્ચે સમાધાન થતાં મંત્રીએ પોતાનું વલણ નરમ કર્યું હતું, પરંતુ તેમના પ્રારંભિક વલણની ભાજપ દ્વારા આકરી ટીકા કરવામાં આવી છે. ભાજપના નેતા એમ.ટી. રમેશનો આરોપ છે કે શિક્ષણ મંત્રીએ આ મુદ્દાને ઉકેલવાને બદલે તેને રાજકીય રંગ આપવાનો પ્રયાસ કર્યો અને તેમનું વલણ એસડીપીઆઈ જેવી કટ્ટરપંથી સંસ્થાઓના વિચારોને પ્રોત્સાહન આપનારું હતું. આ ઘટનાએ કેરળમાં શૈક્ષણિક સંસ્થાઓમાં ધાર્મિક પોશાક અને શાળાના નિયમો વચ્ચેના સમતોલન અંગેની ચર્ચાને ફરી વેગ આપ્યો છે. આ મામલે સરકાર અને વિપક્ષી દળો વચ્ચે આરોપ પ્રત્યારોપનો દોર ચાલી રહ્યો છે. എറണാകുളത്ത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന തർക്കത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹവും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് SDPI നേതാവിൻ്റെ സ്വരമാണ് ആളുകൾക്ക് ബോധ്യമാകുന്നത്. ആ വിഷയത്തിൽ എന്താണോ SDPI മുമ്പോട്ട് വെച്ച നിലപാട്, അതേ നിലപാട് ആവർത്തിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പോലും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാതെ പോയി എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്. യൂണിഫോമുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിരവധി കോടതികളുടെ വിധികളുണ്ട് എന്നുള്ളത് ശിവൻകുട്ടിക്ക് അറിയാത്തതാണോ? ആ വിധികൾ അദ്ദേഹം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ആ വിധിയെക്കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കണ്ടേ? അതൊന്നും അറിയാതെ എങ്ങനെയാണ് SDPIയുടെ വാദമുഖങ്ങളെ ഏറ്റുവാങ്ങാൻ, അത് ഏറ്റെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുക? എന്തടിസ്ഥാനത്തിലാണ് വിദ്യാലയത്തോട് വിശദീകരണം ചോദിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറായത്? സ്കൂൾ അധികൃതർക്ക് ന്യായമായി ഉള്ള ചില അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. ആ അവകാശങ്ങൾ ഏതെങ്കിലും ഒരു മതസംഘടനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ? കേരളത്തിലെ SDPI ഉയർത്തുന്ന വിഭജന രാഷ്ട്രീയത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടതാണോ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം? അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന SDPI നേതൃത്വത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളതാണ്. കേരളത്തിലെ വിദ്യാലയങ്ങളെ മുസ്ലിം മതമൗലികവാദ ശക്തികളും തീവ്രവാദ ശക്തികളും തങ്ങളുടെ രഹസ്യ അജണ്ടയ്ക്കുള്ള വേദിയാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെ നിയമപ്രകാരം ചെറുക്കാൻ ബാധ്യതയുള്ളൊരു വ്യക്തിയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അതിനു പകരം പ്രശ്നം കൂടുതൽ വഷളാക്കാൻ SDPIക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ വിദ്യാലയങ്ങളെ മതസാമുദായിക ശക്തികളുടെ മേച്ചിൻപുറങ്ങളാക്കി മാറ്റാനുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമത്തിന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കുടപിടിക്കുകയാണ്.